എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പത്മശ്രീ യൂസഫ് അലി സാറിൻ്റെ വീട്ടിലേക്കുള്ള വഴിയും അദ്ദേഹത്തിൻ്റെ വീടും പരിസരവുമാണ്. അദ്ദേഹം ലുലു ഗ്രൂപ്പിൻ്റെ ലോകമെമ്പാടുമുള്ള ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് യൂസഫ് അലി സാറിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അതായത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിൽ നിന്ന് 1 കിലോമീറ്റർ മുന്നോട്ട് മാറി നാട്ടിക എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ജന്മസ്ഥലം. ഇപ്പോൾ അവിടെ തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇപ്പോൾ നാട്ടിക ബീച്ചിലേക്കുള്ള ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ചെറിയ സൈക്കിളിലാണ് യാത്ര. അപ്പോൾ വീഡിയോയിൽ ചെറിയ തെറ്റ് ഷെയ്ക്കായിട്ടുള്ള കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രേക്ഷകർ സദയം ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ പ്രൊജക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴിയുടെ അടുത്ത് തന്നെയുള്ള വീടിനടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്താണ് പുതിയ പ്രൊജക്റ്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നാണ് യൂസഫ് അലി സാറിൻ്റെ വീട്ടിലേക്ക് വീട് തുടങ്ങുന്നത്. ഇത് ഒരു ടൈൽസ് ഇട്ട റോഡാണ്. പഞ്ചായത്തിൻ്റെ ഇത് അദ്ദേഹത്തിൻ്റെ വകയെന്ന് തോന്നുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ 1-ാം നമ്പർ വീട്. അതും കഴിഞ്ഞ് വന്ന് ഈ വലിയ മതിൽക്കെട്ടിനുള്ളിലാണ് ഒരു 3 കെട്ടിട സമുച്ചയങ്ങൾ, വൻ കെട്ടിട സമുച്ചയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു 3 വീട് എന്ന് പറയാൻ പറ്റില്ല, കൊട്ടാരം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇത് ഒരു വീടിൻ്റെ പ്രധാന കവാടമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് സാധാരണ ആളുകൾക്കൊന്നും അകത്തേക്ക് പ്രവേശനമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ളൊരു വീഡിയോ ഷൂട്ട് തന്നെയാണ് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. 2 സൈഡും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും സ്ഥലങ്ങളാണ് ഈ 2 ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ കാണുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ അടുത്ത വീടിൻ്റെ ഒരു എൻട്രൻസാണ് ഈ കാണുന്നത്. എല്ലാ വീടുകളും ഒരേപോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള പല മാറ്റങ്ങളുണ്ടായിരിക്കാം. അത് നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ വഴിയിലൂടെ തന്നെയാണ് യാത്ര. ഇത് 3-ാമത്തെ വീടിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത്. 3-ാമത്തെ വീടിൻ്റെ എൻട്രൻസാണ് കാണുന്നത്. അപ്പോൾ അതും കൂടി കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടം വരെയാണുള്ളത്. ഇതിപ്പോൾ ഞാൻ പുറകോട്ട് പോയി തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് ഈ കാണിക്കുന്നത്. നമ്മൾ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള അദ്ദേഹം ലോകത്ത് എമ്പാടുമുള്ള ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകി. അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളുടെ രക്ഷകനായിട്ടുള്ള യൂസഫ് അലി സാറിൻ്റെ വീടിൻ്റെ മുന്നിലൂടെയാണ് ഇപ്പോൾ യാത്ര. ഇത് നമുക്ക് കുറച്ചും കൂടിയും അടുത്ത് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് തിരിച്ചു വന്ന് നോക്കിയതാണ്. പക്ഷേ ഇത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ വാച്ച്മാനും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉള്ളിലേക്കുള്ളൊരു പെർമിഷൻ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേന്ന് ഒരു ഷൂട്ടിംഗ് സംഘടിപ്പിച്ചു. ഇത് ചുറ്റുമുള്ളതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളും നാട്ടുകാരും ഒക്കെ തന്നെയാണ്. അടുത്തുള്ള ഓപ്പോസിറ്റുള്ള വീടുകൾ ഒട്ടുമിക്കതും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. പിന്നെ കുറച്ചും കൂടി ഇപ്പം എന്താ വെച്ചാൽ സൂര്യപ്രകാശം നേരെ നമ്മുടെ മൊബൈലിലേക്ക് അടിക്കുന്നത് കൊണ്ട് ഷൂട്ടിംഗ് വളരെ ദുഷ്കരമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മതിലും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് നമ്മളിപ്പോൾ പോകുന്നത് അദ്ദേഹം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പള്ളികളിലൊന്ന് നാട്ടിക ജുമാ മസ്ജിദ് എന്ന പള്ളിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ അകലെ മാത്രമാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ളതാണ് നാട്ടിക ജുമാ മസ്ജിദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം തൊട്ടടുത്ത് തന്നെ എന്ന് പറയാം. അദ്ദേഹം നടന്ന് തന്നെയാണ് ജുമായ്ക്ക് വരുന്നത് എന്ന് ആളുകൾ പറയുന്നത്. ഏകദേശം അങ്ങനെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതാണ്.
വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നാട്ടിക ബീച്ച് എന്ന മനോഹരമായ കടപ്പുറം ഉണ്ടാവും. തൊട്ടടുത്ത് തന്നെയാണ് നാട്ടിക ബീച്ച്. ഇതിലെ തന്നെയാണ് വളരെ പ്രസിദ്ധമായ സ്നേഹതീരം. അങ്ങനെ ആ സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴി കൂടിയാണ് ഇത്. അത്തരത്തിലുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മുസ്ലിം പള്ളിയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പള്ളി. ഇത് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രൊജക്റ്റാണോ വീടാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് വളരെ കവറിങ് ആയിട്ട് വളരെ ഒരുപാട് ഇത് നമ്മൾ പ്രയാർ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വൈമാളാണ്. എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള ലുലു മാളിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് വൈമാൾ. ഒരുപാട് തീരദേശ നിവാസികൾക്ക് ഒരുപാട് സാധനങ്ങളും മറ്റും വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഇതിൻ്റെ ലാഭങ്ങളും മറ്റും ഇവിടുത്തെ അമ്പലത്തിനും അതുപോലെ തന്നെ മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ ദേവാലയം തുടങ്ങിയ ഇതിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇത് തീരദേശ നിവാസികൾക്ക് ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർച്ചേസിങ് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇടം. നമ്മളെ ഒരു ചെറിയ പ്രദേശമായിട്ടുള്ള തൃപ്രയാറിൻ്റെ ഒരു മുതൽക്കൂട്ടാണിത്. ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു ഗോഡൗൺ എന്ന് തന്നെ പറയാം. പണ്ട് നാട്ടിക കോട്ടൺ മില്ല് എന്ന് വിശേഷിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ഇപ്പോൾ ലുലു ഗ്രൂപ്പിൻ്റെ ഒരു ഗോഡൗൺ പ്ലസ് അദ്ദേഹത്തിൻ്റെ ഈ ആളുകളെ റിക്രൂട്ട്മെൻറ്റ്